നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. തമിഴ്നാട് വാൽപ്പാറയിൽ 7 വയസ്സുകാരനെ കരടി ആക്രമിച്ചു കൊന്നു. അസം സ്വദേശികളുടെ മകൻ നൂറുൽ ഇസ്ലാമാണ് മരിച്ചത്. ചാലക്കുടി പുഴയിൽ ചാടിയ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. കൊടുങ്ങല്ലൂർ ചാത്തുങ്ങൽ രാജുവിന്റെ ഭാര്യ 42 വയസ്സുള്ള ലിപ്സിയാണ് മരിച്ചത്. മാള കുരുവിലശ്ശേരിയിൽ വയോധികയുടെ മാല കവർച്ച ചെയ്ത കേസിലെ മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലം കടമ്പഴിപ്പുറം സ്വദേശി ആലംകുളം വീട്ടിൽ മുഹമ്മദ് അമീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. തമിഴ്നാട് വാൽപ്പാറയിൽ 7 വയസ്സുകാരനെ കരടി ആക്രമിച്ചു കൊന്നു. അസം സ്വദേശികളുടെ മകൻ നൂറുൽ ഇസ്ലാമാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 7:30 വേവർലി എസ്റ്റേറ്റിലാണ് സംഭവം. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ കുട്ടിയെ കരടി ആക്രമിക്കുകയായിരുന്നു. കുട്ടിയെ കാണാതായതോടെ രക്ഷിതാക്കളും തഹസീൽദാരുമടക്കം അന്വേഷണം നടത്തുന്നതിനിടെ തേയിലത്തോട്ടത്തിന് നടുവിൽ നിന്നാണ് മൃതദേഹം കണ്ടുകിട്ടിയത്. 1 മാസം മുമ്പ് വാൽപ്പാറയിൽ 6 വയസ്സുകാരിയെ പുലി കടിച്ചു കൊന്നിരുന്നു. ഇതിനാൽ കുട്ടിയെ പുലിയാണ് ആക്രമിച്ചതെന്നാണ് ആദ്യം കരുതിയിരുന്നത്. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കരടിയുടെ ആക്രമണത്തിലാണ് കുട്ടി മരിച്ചതെന്ന് വനംവകുപ്പും ഡോക്ടേഴ്സും സ്ഥിരീകരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ രാത്രിയോടെ മൃതദേഹം സംസ്കരിച്ചു. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മരിക്കുകയും തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നത് പതിവായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് ആരോപിച്ച തോട്ടം തൊഴിലാളികൾ പ്രതിഷേധ സമരം നടത്തി. പ്രദേശത്ത് ആക്രമണകാരികളായ വന്യജീവികളെ പിടിക്കാൻ കൂട് സ്ഥാപിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. മീഡിയ ടൈം ചാലക്കുടി. ചാലക്കുടി പുഴയിൽ ചാടിയ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. കൊടുങ്ങല്ലൂർ ചാത്തുങ്ങൽ രാജുവിന്റെ ഭാര്യ 42 വയസ്സുള്ള ലിപ്സിയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് ഇരുചക്രവാഹനത്തിൽ എത്തിയ യുവതി പിള്ളപ്പാറ ഭാഗത്ത് പുഴയിലേക്ക് ചാടിയതെന്നാണ് നിഗമനം. രാത്രി ഈ ഭാഗത്ത് ഇരുചക്രവാഹനം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പ്രദേശത്ത് അന്വേഷണം നടത്തിയെങ്കിലും ആരെയും കണ്ടില്ല. തുടർന്ന് ഇന്ന് രാവിലെ ഫയർഫോഴ്സ് എത്തി നടത്തിയ തിരച്ചിലിലാണ് വെറ്റിലപ്പാറ ഭാഗത്തു നിന്നും യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. മാള കുരുവിലശ്ശേരിയിൽ വയോധികയുടെ മാല കവർച്ച ചെയ്ത കേസിലെ മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലം കടമ്പഴിപ്പുറം സ്വദേശി ആലംകുളം വീട്ടിൽ മുഹമ്മദ് അമീറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കവർച്ചയ്ക്കായി ഉപയോഗിച്ച സ്കൂട്ടറും പിടിച്ചെടുത്തു. ഓഗസ്റ്റ് 1-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കുരുവിലശ്ശേരി സ്വദേശിനിയായ വയോധിക വൈകിട്ട് ക്ഷേത്രത്തിൽ പോകുന്ന സമയം ബൈക്കിൽ വരികയായിരുന്ന മോഷ്ടാക്കൾ മാല പൊട്ടിച്ച് കടന്നുകളയുകയായിരുന്നു. പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ തടയാൻ ശ്രമിച്ചപ്പോൾ താലി ഉൾപ്പെടെയുള്ള മാലയുടെ ഒരു ഭാഗം മോഷ്ടാക്കൾ കൊണ്ടുപോയി. മാല മോഷ്ടിച്ച കേസിൽ ഒരാളായ മുഹമ്മദ് അമീറിനെ എറണാകുളം പനങ്ങാട് വാടക വീട്ടിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് പ്രതികൾ കവർച്ചയ്ക്കായി വന്ന സ്കൂട്ടറും പിടിച്ചെടുത്തു. മുഹമ്മദ് അമീറിന് കോങ്ങാട് പോലീസ് സ്റ്റേഷനിൽ 6 ഗ്രാം MDMA പിടികൂടിയ കേസിൽ ജാമ്യമില്ലാ വാറണ്ട് നിലവിലുണ്ട്. ഈ കേസിൽ ഒളിവിൽ കഴിഞ്ഞു വരവെയാണ് മാളയിലെ കവർച്ചാ കേസിൽ ഉൾപ്പെട്ടത്. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ 2023-ൽ 42 ഗ്രാം മാരക മയക്കുമരുന്നായ MDMA-യുമായി അറസ്റ്റിലായ കേസിലും ചെർപ്പുളശ്ശേരി, ശ്രീകൃഷ്ണപുരം, കോങ്ങാട് എന്നീ പോലീസ് സ്റ്റേഷനുകളിലും മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കേസുകളിലും പ്രതിയാണ് മുഹമ്മദ് അമീർ. തൃശൂർ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS-ന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, SI മുഹമ്മദ് ബാഷി, SCPOമാരായ TB വഹദ്, PD ദിബീഷ്, KK ജിബിൻ, MR ഉണ്ണികൃഷ്ണൻ, TS ശ്യാംകുമാർ, ES ജീവൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം മാള. മാളയിൽ ബാറിന് മുന്നിൽ വെച്ച് യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ അറസ്റ്റ്. മാള പള്ളിപ്പുറം സ്വദേശികളായ മേലേടത്ത് വീട്ടിൽ സിനോജ്, കുറ്റുകാരൻ വീട്ടിൽ ബിജോയ് എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓഗസ്റ്റ് 10-ന് വൈകിട്ട് മാളയിലെ ബാറിന് സമീപത്തെ റോഡിൽ വച്ച് മാള വടമ സ്വദേശിയായ വാഴപ്പിള്ളി വീട്ടിൽ സെബിനുമായി ഉണ്ടായ വാക്കുതർക്കത്തിനിടെ പ്രതികൾ സെബിനെയും തടയാൻ ശ്രമിച്ച സെബിന്റെ സുഹൃത്തുക്കളായ അജേഷ്, ഋത്തിക് എന്നിവരെയും ആക്രമിച്ച കേസിലാണ് ഇരുവരെയും മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. സിനോജ് മാള പോലീസ് സ്റ്റേഷനിൽ വധശ്രമം, കവർച്ച, അടിപിടി എന്നിങ്ങനെയുള്ള 12 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS-ന്റെ നേതൃത്വത്തിൽ മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, SI-മാരായ ബെന്നി, വിനോദ്, ASI നജീബ്, SCPOമാരായ വഹദ്, TB, ജിജീഷ്, ഫസൽ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്.
മാളാപ്പള്ളിപ്പുറം വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ജനന തിരുനാൾ ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി മധ്യസ്ഥ പ്രാർത്ഥന, തിരുനാൾ ദിവ്യബലി, ആരാധന, നൊവേന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, ഊട്ടുസദ്യ എന്നിവ നടന്നു. ഫാദർ ജോളി തപ്പലോടത്ത് കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ പോൾ തോമസ് കളത്തിൽ സഹകാർമ്മികനായിരുന്നു. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആഗസ്റ്റ് 15-ന് ശതാബ്ദി വിളംബര പ്രയാണത്തിന് സ്വീകരണം നൽകും. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നു മുതൽ ഓഗസ്റ്റ് 13 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട് വാൽപ്പാറയിൽ 7 വയസ്സുകാരനെ കരടി ആക്രമിച്ചു കൊന്നു. അസം സ്വദേശികളുടെ മകൻ നൂറുൽ ഇസ്ലാമാണ് മരിച്ചത്. ചാലക്കുടി പുഴയിൽ ചാടിയ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. കൊടുങ്ങല്ലൂർ ചാത്തുങ്ങ് രാജുവിന്റെ ഭാര്യ 42 വയസ്സുള്ള ലിപ്സിയാണ് മരിച്ചത്. മാള കുരുവിലശ്ശേരിയിൽ വയോധികയുടെ മാല കവർച്ച ചെയ്ത കേസിലെ മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലം കടമ്പഴിപ്പുറം സ്വദേശി ആലംകുളം വീട്ടിൽ മുഹമ്മദ് അമീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.